നരേന്ദ്രമോദിയെ എതിർക്കുന്നതിലൂടെ വിലക്കയറ്റം, അഴിമതി പോലുള്ള ജനദ്രോഹ നടപടികൾ സ്വീകരിച്ച UPA ഗവൺമെന്റിനെ വീണ്ടും അധികാരത്തിലെത്തിക്കുമെന്നാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ. നൂറിൽ താഴെ മാത്രം മത്സരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരാൻ യാതൊരു സാധ്യതയില്ലെന്നും മുരളീധരൻ പറഞ്ഞു. കേരളത്തിലെ 10 സീറ്റിൽ എത്ര സീറ്റ് കിട്ടും എന്നുള്ളത് വേറൊരു വലിയ തർക്ക വിഷയമാണ്. അപ്പോൾ പൊതുവെ കണക്കാക്കപ്പെടുന്നത് കൂടി വന്നാൽ ഒരു കൈവിരലിൽ 2 കൈവിരലിൽ ഒതുങ്ങാവുന്ന സംഖ്യയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അവർക്ക് ഏതായാലും ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല കേന്ദ്രം. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നരേന്ദ്രമോദി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. കോൺഗ്രസിന് പിന്തുണ കൊടുക്കണമെങ്കിൽ കോൺഗ്രസിന് പിന്തുണ കൊടുക്കും. അപ്പൊ ഈ വിലക്കയറ്റം ഇത്രയും ഉണ്ടാക്കിയ ആളുകളെ രണ്ടാമതും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി വന്നാൽ സഹായിക്കുമെന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയുള്ള ആൾക്കാരെയാണോ നമ്മൾ ജയിപ്പിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. BJPയുടെ ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ വരുന്നതെങ്കിൽ BJPയുടെ ഗവൺമെന്റിന്റെ ഭാഗമായിരിക്കാൻ പറ്റുന്ന ഒരാളെ ജയിപ്പിക്കണോ അതോ പ്രതിപക്ഷത്തിരിക്കാനായിട്ട് ഒരാളെ ജയിപ്പിക്കണോ? കാരണം ഈ കേന്ദ്രത്തിൽ ഗവൺമെന്റ് മാറും. പിന്നെ ആര് ഭരണത്തിൽ വരും? കേരളത്തില് കോൺഗ്രസിനെതിരായിട്ട് മത്സരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ്. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേന്ദ്രത്തിൽ ഭരണത്തിൽ വരാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു സാധ്യതയില്ല. മാർക്സിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത് തന്നെ കഷ്ടിച്ച് 100ൽ താഴെ സീറ്റില്ല. 543 സീറ്റുള്ള ലോക്സഭയിലെ 100ൽ താഴെ സീറ്റിലാണ് മാർക്സിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത്. വിലക്കയറ്റം മൂലം പൊറുതിമുട്ടിയ ജനങ്ങൾ ഭരണമാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനർത്ഥം തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിരുദ്ധ നിലപാടുകൾ ജനം സ്വീകരിക്കുമെന്നുമാണെന്നും അദ്ദേഹം പറഞ്ഞു. മാരാരിക്കുളത്ത് BJP നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞ മുരളീധരൻ, കേരളത്തിൽ നിന്ന് പോയ ഒറ്റ MPക്കും കേന്ദ്രമന്ത്രിമാർക്കും അടിസ്ഥാന വികസന നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അഭിപ്രായപ്പെട്ടു. പാട്ടുകുളം വലിയ വീട്ടിൽ നടന്ന കുടുംബസംഗമത്തിൽ CP മോഹൻ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് വെള്ളിയാങ്കുളം പരമേശ്വരൻ, R. ഉണ്ണികൃഷ്ണൻ, വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു.